അവരതിനകത്തുണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷം പാർട്ടി പോലീസ് പറയുന്നത് കേട്ട് പിൻവാങ്ങുകയും അതിനുശേഷം ഈ 10 പ്രതികളെ ഇൻ കേസ് പോലീസ് നൽകാതിരിക്കുകയും ചെയ്താൽ അദ്ദേഹം നേരത്തെ അങ്ങോട്ട് കടന്നു പോകുന്ന സമയത്ത് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ പ്രതികരിച്ചില്ല. ഗുരുതരമായ ആരോപണങ്ങൾ CPM ഉന്നയിച്ചത് അറിയുന്നുണ്ടോ? പ്രതികരിച്ചില്ല. വാഹനം എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. കേരളത്തിൽ അതിനാടകീയമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രതികരണം. ഈ കാര്യത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഡൽഹി സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് BJPയുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ വേട്ട അതിനുവേണ്ടി ED ഉപയോഗിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണമാണ് CPM രാഷ്ട്രീയമായി മുന്നോട്ട് വെക്കുന്നത്. അതിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ വരികയുണ്ടായി. EDയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് നല്ല അഭിപ്രായമല്ല. അത് മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുന്നത് ശരിയായ നിലയല്ല എന്ന UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ അക്കാര്യത്തിൽ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രൻ സംസാരിക്കും. അവര് വിഷ്വൽസ് ഒക്കെ ഉണ്ടല്ലോ, ചാനലുകളുടെ കയ്യിൽ വിഷ്വൽസ് ഉണ്ട്, പോലീസിന്റെ കയ്യിൽ വിഷ്വൽസ് ഉണ്ട്. ആ വിഷ്വൽസിൽ നിന്ന് പ്രതികളെ കണ്ടെത്താൻ ഒരു പ്രയാസവും ഇല്ല. ഇന്ന ആളുകളാണ് പ്രതികളെന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ അതായത് രണ്ട് പക്ഷവും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇവിടുന്ന് പ്രതികളെ കിട്ടിയിട്ടേ തീരൂ എന്ന് പറഞ്ഞ് പോലീസ് നിൽക്കുന്നു. ഏരിയ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ നിന്ന് പോലീസ് മാറണമെന്ന നിലപാടിൽ നിങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങൾ പറയുന്നതാണ്, ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഈ ഇടിവണ്ടിയും കൊണ്ടിട്ട് ഇത്രയും പോലീസുകാരെല്ലാം വിന്യസിച്ച് നിൽക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. പ്രതികളെ അറസ്റ്റ് ചെയ്യാനായിട്ട് എന്തെല്ലാം വഴികളുണ്ട്. അങ്ങനെ നമുക്ക് അറസ്റ്റ് ചെയ്യാമല്ലോ, ഒരു കുഴപ്പമില്ല. ഇവരകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ കയറാൻ പാടില്ലല്ലോ നമ്മുടെ നാട്ടില്. അതൊക്കെ അത്യപൂർവമായിട്ടുള്ള സംഭവങ്ങളല്ലേ അകത്ത് കയറുക എന്നൊക്കെ പറയുന്നത്. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് അത്യപൂർവമായ ഒരു സംഭവമാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക എന്നതിൽ. സ്വാഭാവികമായും അപ്പോൾ അതിന്റെ റിയാക്ഷൻ ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. അല്ല, അത് നിശ്ചയമായിട്ടും അതിനെ ഞങ്ങൾ ശക്തിയായിട്ട് അപലപിക്കുകയാണ്. അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി പാടില്ലായിരുന്നു. കുറച്ചുകൂടെ ജാഗ്രത കാര്യത്തിൽ വേണമായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ സമ്മതിക്കുന്ന കാര്യമാണ്. അവിടെ ഒരു ചെറിയ പ്രശ്നം പോലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം ശ്രദ്ധയാണ് നേതൃത്വ നിലയിൽ നിന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചത്. ഇതിനിടയിൽ ചില ആളുകൾ കടന്നുകൂടി വൈകാരികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ശക്തിയായിട്ട് ഞങ്ങൾ അപലപിക്കുകയാണ്. ഇപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു ടോക്കിന്റെ അവസ്ഥ എന്താണ്? പോലീസ് ഇപ്പോഴും അവിടെ നിലയുറപ്പിച്ചിരിക്കുക തന്നെയാണ്. നേതാക്കൾ എല്ലാവരും എന്ന് പറയുന്നത് ഈ പാർട്ടി ഓഫീസിനുള്ളിലേക്ക് കയറാൻ കഴിയില്ല. പാർട്ടി ഓഫീസിൽ നിന്ന് തന്നെ പ്രതികളെ ഈ സമയത്ത് കൈമാറ്റം ചെയ്യാനും കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. TV പ്രസാദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. TV പ്രസാദ്, പോലീസ് അവിടെ നിന്ന് പിൻവാങ്ങിയിട്ടില്ല. DCP മുതിർന്ന ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോഴും പ്രതികളെ കിട്ടാതെ അവിടെ നിന്ന് മാറേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് പോലീസിന്റേതായി പുറത്തു വരികയും ചെയ്യുന്നത്. ഇനി പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. എന്തായിരിക്കും അടുത്ത നീക്കം? മധു കേൾക്കാമെങ്കിൽ മധു കേൾക്കാമോ? മധു കേൾക്കാമോ? കേൾക്കാം. TV പ്രസാദ് പറയും. കേൾക്കാമോ? പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ നിന്ന് പോലീസ് ടീമിനെ പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞാൽ പ്രതികളെ തരാം എന്നുള്ള ഒരു ചർച്ച നേരത്തെ നടന്നിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ പോലീസിനെ നമ്മൾ മാറ്റാം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതായി കാണുന്ന പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഒരു 50 മീറ്റർ ഇങ്ങോട്ടേക്ക് മാറി നിന്നിട്ടുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അവർ തിരിച്ചു പോയില്ല. പക്ഷേ DGP ഇവർക്ക് കൊടുത്ത നിർദ്ദേശം ഇവരെ അല്ലാതെ തിരിച്ചു പോകണ്ട എന്നുള്ളതാണ്. ഇവർ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി തരാം എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. നിങ്ങൾ പറയുന്ന ഈ 10 പേർ ഇതിനകത്തുണ്ടെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് സ്റ്റേഷനിൽ എത്തിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ DGPയോട് സംസാരിച്ചു, മുതിർന്ന ഉദ്യോഗസ്ഥർ സംസാരിച്ച സമയത്ത് ഇവരെ കൊണ്ടല്ലാതെ തിരിച്ചു പോകേണ്ടതില്ല എന്ന തീരുമാനം DGP പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി ബ്രിട്ടാസ് ഇപ്പോൾ സംസാരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും കൂടിക്കാഴ്ചകൾ നടക്കുകയാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരോട് സംസാരിച്ചതിന് ശേഷം മറുപടി പറയാമെന്നുള്ളതായിരുന്നു പോലീസ് നിലപാട്. വീണ്ടും സംസാരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവരോട്, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരോട് പോലീസ് വീണ്ടും ആശയവിനിമയം നടത്തുകയാണ്. വീണ്ടും ആവശ്യം പോലീസ് ഉന്നയിക്കുന്നു, പ്രതികളെ വേണ്ടതുണ്ട് എന്ന ആവശ്യം ഉന്നയിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പാർട്ടി നിലപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ ജോൺ ബ്രിട്ടാസ് ശ്രമിക്കുന്നുണ്ട്.
അതാണ് മധു ജോൺ ബ്രിട്ടാസ് DCPമാരുമായി സംസാരിക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രനുണ്ട്, പോലീസിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. പോലീസ് അവരുടെ ബുദ്ധിമുട്ട് തിരിച്ചു പറയുന്നു. കാരണം ഇതെവിടെയെങ്കിലും സംസ്ഥാനത്ത് നടക്കുന്ന ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് കേന്ദ്ര ഏജൻസിയുടെ വാഹനം ആക്രമിച്ചു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളമുള്ള കടുത്ത സമ്മർദ്ദം. അതുകൊണ്ട് DGP അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം പ്രതികളില്ലാതെ തിരിച്ചു പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഇവരെ സംബന്ധിച്ച് ഈ പ്രതികളെ ഇവിടുന്ന് വേണം. ഇതിനകത്തുള്ളതിൽ 10 പേർ ഈ അക്രമ സംഭവത്തിൽ പങ്കെടുത്തവരാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇവിടെ നിന്ന് പോലീസിനെ പൂർണ്ണമായി നീക്കിക്കഴിഞ്ഞാൽ അവരെ നിങ്ങൾക്ക് തരാം എന്ന് നേരത്തെ CPM നേതാക്കൾ പറഞ്ഞു. പക്ഷേ ഇവിടെ വെച്ച പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിത്തരാം. പക്ഷേ പ്രതികളെയും കൊണ്ടേ പോകാൻ പാടുള്ളൂ. പ്രതികളെ അവിടെ വെച്ച് തിരിച്ചു വരാൻ പാടില്ല. ജോൺ ബ്രിട്ടാസ്, പോലീസ് ആശയവിനിമയം തുടരുകയാണ്. ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരോട് വീണ്ടും സംസാരിക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷം ഓക്കെ, അത് നമുക്ക് കേൾക്കാൻ കഴിയും ആശയവിനിമയം. നിലപാടിൽ തന്നെ പ്രതികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നുള്ളതാണ്. അവർ മുൻപിൽ നിന്ന് പോലീസ് വിന്യാസം മാറ്റിയ ശേഷം DCP ഉന്നതതലത്തിൽ ബന്ധപ്പെട്ടു. പ്രതികളെ ഇവിടെ നിന്ന് വേണം എന്നുള്ള ആവശ്യമാണ് CPM നേതാക്കൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ വീണ്ടും ചർച്ചകൾ നടക്കുകയാണ്. सुबह से मैन था इतना शांत we conducted our society. You know that. See, there was no police in the morning. Don't you think that we could have just romped inside? We didn't do that. രാവിലത്തെ പോലീസ് വീഴ്ച തന്നെയാണ്. ഞങ്ങൾക്ക് സുഖമായിട്ടുള്ള പറ്റി എന്തുകൊണ്ടാണ് രാവിലെ അവിടെ പോലീസ് സുരക്ഷ ഒരുക്കാതിരുന്നത്? ഈ വീടിനെ പരാതിപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പോലീസ് നിസ്സംഗമായ 2 DCPമാരുടെ ബന്ധം നിസ്സംഗമായി ഏതായാലും അവർ CPM തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ വരുമ്പോൾ അവിടെ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ അവിടെ ഇത്രയും വലിയ ക്രൗഡ് അസംബ്ലി ചെയ്യാൻ കാരണമായി. അതിനുശേഷം എന്തായാലും നിങ്ങൾ മടങ്ങിപ്പോകും, ഞങ്ങൾ പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാം എന്നുള്ള നിലപാടിൽ തന്നെയാണ് നേതാക്കളുള്ളത്. പക്ഷേ പോലീസ് ഇപ്പോഴും പ്രതികളെ വേണമെന്നുള്ള നിലപാടിൽ നിൽക്കുകയാണ്. കൊണ്ടുപോകണം എന്നുള്ള നിലപാടിൽ നിൽക്കുകയാണ്. ചർച്ച പുരോഗമിക്കുകയാണ്. ഏതായാലും പ്രതികളെ വേണം, പ്രതികളെ കുറിച്ച് പക്ഷേ തെളിവുകൾ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു. ഏതാണ്ട് 5-ലധികം 10-നും 5-നും ഇടയിലുള്ള പ്രവർത്തകരെയാണ് പോലീസിൻ്റെ ആവശ്യം. അവരെ പുറത്തുവരണം എന്നുള്ളതാണ് പോലീസിൻ്റെ ആവശ്യം. ഇപ്പോഴും ചർച്ച തുടരുകയാണ്. പോലീസിന് അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം അതാണ്. പാർട്ടിയും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനിൽ ഇമാനുവൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അനിൽ, പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് അവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം എന്താണ്? മനസ്സിലാവുന്നത് കാരണം ഇത്തരം വിശേഷം അടുത്ത രാജ്യം ഇപ്പോൾ ആശയവിനിമയം പൂർത്തിയായിട്ടുണ്ട്. പോലീസും പാർട്ടി നേതാക്കളും തമ്മിലുള്ള ആശയവിനിമയം വീണ്ടും പൂർത്തിയായിട്ടുണ്ട്.